മേടരാശിയിലെ ബുധന്റെ ചലനം, രാശി തിരിച്ചുള്ള പ്രവചനങ്ങളും പരിഹാരങ്ങളും. മേടം, മൂന്നാമത്തെയും ആറാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഒന്നാം ഭാവത്തിൽ ജ്വലിക്കുന്നു. തൽഫലമായി പുരോഗതിയിൽ കാലതാമസം അനുഭവപ്പെടുകയും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കിടയിലും വിജയം കൈവരിക്കാൻ പാടുപെടുകയും ചെയ്യാം. മേടത്തിലെ ഈ ബുധജ്വലന സമയത്ത് നിങ്ങൾക്ക് സ്വയം വികസനം കുറവായിരിക്കാം. കരിയർ രംഗത്ത് ഈ സമയത്ത് നിങ്ങൾ ധൈര്യവും ദൃഢനിശ്ചയവും നഷ്ടപ്പെട്ടേക്കാം. കൂടുതൽ പോസിറ്റീവായിരിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് കൂടുതൽ മത്സരം നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം നേരിടാം. നിങ്ങളുടെ ആസൂത്രണത്തിന്റെ അഭാവം മൂലമാണിത്. വ്യക്തിപരമായി ഈ സമയത്ത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നഷ്ടപ്പെട്ടേക്കാം. കാരണം ക്രമീകരണം നഷ്ടപ്പെട്ടേക്കാം. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സഹോദരങ്ങളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ചെലവുകൾ അതിനായി കൂടുതലായിരിക്കും. ഇടവം, രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ബുധൻ 12ാം ഭാവത്തിൽ ജ്വലിക്കുന്നതിനാൽ പണപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. തൽഫലമായി നിങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾ, പണപ്രശ്നങ്ങൾ, കുട്ടികളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാം. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അവർ നിങ്ങളുടെ ജോലിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ജോലിയിലും നിങ്ങൾ തെറ്റുകൾ വരുത്തുകയും ചെയ്തേക്കാം. ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് കൂടുതൽ ലാഭം നഷ്ടപ്പെട്ടേക്കാം. കൂടുതൽ സമ്പാദിക്കാനുള്ള സാധ്യത എളുപ്പത്തിൽ സാധ്യമാകണമെന്നില്ല. സാമ്പത്തികമായി നിങ്ങൾക്ക് നേട്ടങ്ങളെക്കാൾ നഷ്ടം അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നിങ്ങളുടെ കുട്ടികൾക്കായി കൂടുതൽ ചെലവഴിക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. വ്യക്തിപരമായി ക്രമീകരണത്തിന്റെ അഭാവം മൂലം നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി വൈകാരിക സംഘർഷങ്ങൾ അനുഭവപ്പെടാം. ആരോഗ്യപരമായി മേടത്തിലെ ബുധന്റെ ജ്വലന സമയത്ത് നിങ്ങൾക്ക് ചർമ്മ പ്രശ്നങ്ങൾ, കടുത്ത തലവേദന എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ഇത് പ്രതിരോധശേഷിയുടെ അഭാവം മൂലമാകാം. മിഥുനം, 1, 4 ഭാവങ്ങളുടെ അധിപനായ ബുധൻ 11ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. തൽഫലമായി ഈ മേടം ബുധജ്വലന സമയത്ത് നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുകയും വീട്ടിൽ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യാം. നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തിൽ പുതിയ ജോലി സാധ്യതകൾ ഉള്ളതിനാൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഉയർച്ച നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങൾക്ക് നല്ലതായി തോന്നാം. ബിസിനസ് രംഗത്ത് ഈ കാലയളവ് നിങ്ങളുടെ ബിസിനസ് വികസനത്തിന് നല്ലതായിരിക്കാം. കൂടുതൽ പുതിയ ബിസിനസ് ബന്ധങ്ങൾ നേടാനും കഴിയും. സാമ്പത്തികമായി നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും കഴിയും. കൂടുതൽ സമ്പാദിക്കാനുള്ള സാധ്യത എളുപ്പത്തിൽ സാധ്യമാകും. വ്യക്തിപരമായി ഒരു ബന്ധത്തിൽ കൂടുതൽ സന്തോഷം വളർത്തിയെടുക്കാൻ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. നിങ്ങൾ കൂടുതൽ സംതൃപ്തനായിരിക്കാം. നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല ശാരീരിക ക്ഷേമം ആസ്വദിക്കാമെങ്കിലും ഉപയോഗപ്രദമായ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം. കർക്കിടകം, 3ാമത്തെയും 12ാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ബുധൻ 10ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. തൽഫലമായി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ കരിയറിൽ ജോലിക്കായി യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അത് കൂടുതൽ പുരോഗതിക്കും സമൃദ്ധിക്കും കാരണമാകും. നിങ്ങൾക്ക് പുതിയ ജോലി അവസരങ്ങളും ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് നല്ല ലാഭം ലഭിച്ചേക്കാം. ഈ മേടത്തിലെ ബുധൻ ജ്വലന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന നേതൃത്വപരമായ കഴിവുകൾ മൂലമാകാം. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ആസൂത്രണത്തിലൂടെയും ബുദ്ധിശക്തിയിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിച്ചേക്കാം. ഇത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു പോസിറ്റീവ് സമീപനം മൂലമാകാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം ലഭിച്ചേക്കാം. ഇതുമൂലം നിങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള പോസിറ്റിവിറ്റി ലഭിച്ചേക്കാം. ചിങ്ങം, 2ാമത്തെയും 11ാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ബുധൻ 9ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. തൽഫലമായി ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യക്കുറവ് നേരിടാം. കൂടുതൽ പണം സമ്പാദിക്കുന്നതിൽ ഭാഗ്യക്കുറവും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ ഭാഗ്യക്കുറവും നേരിടാം. നിങ്ങളുടെ കരിയറിൽ ജോലിക്കായി യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതിയിലേക്ക് നയിച്ചേക്കാം. നിങ്ങൾക്ക് കൂടുതൽ പുതിയ ജോലി അവസരങ്ങൾ ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മേടത്തിലെ ഈ മേടം ബുധജ്വലനം സമയത്ത്
കൂടുതൽ ലാഭം നേടാനുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ സാധ്യമാകണമെന്നില്ല. നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ വന്നേക്കാം. നിങ്ങളുടെ എതിരാളികളുമായി മത്സരിക്കാൻ കഴിയാതെ വന്നേക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും കഴിഞ്ഞേക്കാം. സമ്പാദിക്കാനുള്ള നിങ്ങളുടെ കഴിവും വർദ്ധിച്ചേക്കാം. വ്യക്തിപരമായി ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചേക്കില്ല. നിങ്ങൾക്ക് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യത്തിനായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ പിതാവ് രക്താതിസമ്മർദ്ദത്തിന് സാധ്യതയുള്ളയാളായിരിക്കാം. കന്നി, 1-ാം ഭാവത്തിൻ്റെയും 10-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 8-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. കരിയർ രംഗത്ത് ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. ഉയർന്ന സംതൃപ്തിക്കായി നിങ്ങൾ ജോലി മാറ്റേണ്ടി വന്നേക്കാം. ബിസിനസ് രംഗത്ത് കൂടുതൽ ലാഭം നേടാനും ബിസിനസ് വികസിപ്പിക്കാനുമുള്ള നിങ്ങളുടെ പദ്ധതി ഈ കാലയളവിൽ വിജയിച്ചേക്കില്ല. നിങ്ങൾക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിച്ചേക്കില്ല. പകരം നിങ്ങൾക്ക് ഭാരം വർദ്ധിക്കുന്ന കടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നേക്കാം. ഇത് നിങ്ങളെ അകറ്റുന്ന ധാരണയുടെ അഭാവം മൂലമാകാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് തലവേദന നേരിടേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ ഇത് രക്തസമ്മർദ്ദം മൂലമാകാം. തുല, 9-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 7-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കൂടാതെ നിങ്ങൾക്ക് ദീർഘയാത്രകൾ ചെയ്യേണ്ടതായും വന്നേക്കാം. കരിയർ രംഗത്ത് ജോലിസ്ഥലത്ത് വെല്ലുവിളികൾ, മേലുദ്യോഗസ്ഥരുമായുള്ള അസ്വസ്ഥത, സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തൃപ്തനല്ലായിരിക്കാം. ബിസിനസ് രംഗത്ത് നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാനുള്ള നിങ്ങളുടെ ആശയം ഈ കാലയളവിൽ സാധ്യമാകണമെന്നില്ല. നിങ്ങൾ സമ്പാദിക്കുന്ന ലാഭത്തിൽ നിങ്ങൾ സന്തുഷ്ടനല്ലായിരിക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നേക്കാം. ഈ മേടം ബുധജ്വലനം സമയത്ത് നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങൾ ഇത് നേരിടേണ്ടി വന്നേക്കാം. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയേക്കാം. നിങ്ങൾക്ക് പ്രതിരോധശേഷി കുറവായിരിക്കാം. വൃശ്ചികം, 8-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 6-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് കടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ മൂലമാകാം. ഇത് വായ്പകൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കരിയർ രംഗത്ത് അമിതമായ ജോലി സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ജോലി സംതൃപ്തി കുറയാനും ഇത് നിങ്ങളുടെ ജോലി മാറ്റാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. ബിസിനസ് രംഗത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വരുമാനം നേടാനുള്ള സാധ്യത മിതമായതായി തോന്നാം. പണത്തിൻ്റെ കാര്യത്തിൽ മേടത്തിലെ ഈ ബുധൻ്റെ ഭാവത്തിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നേക്കാം. ഈ നഷ്ടം നികത്താൻ നിങ്ങൾക്ക് കൂടുതൽ വായ്പകൾ തിരഞ്ഞെടുക്കാം. വ്യക്തിപരമായി ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അനാവശ്യമായ തർക്കങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അഭാവമായിരിക്കാം. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് കടുത്ത തലവേദന നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധശേഷിയുടെയും ഉത്സാഹത്തിൻ്റെയും അഭാവം മൂലമാകാം. ധനു 7-ാം ഭാവത്തിൻ്റെയും 10-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 5-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കാരണം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള ഫലം നൽകിയേക്കില്ല. കരിയർ രംഗത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി നിങ്ങളുടെ ബുദ്ധിശക്തിയും ജോലിയുടെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തിയേക്കില്ല. നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ ഇഷ്ടം അത്ര മികച്ചതായിരിക്കില്ല. ബിസിനസ് രംഗത്ത് സാധാരണ ബിസിനസ്സിൽ ഉയർന്ന ലാഭം നേടാനുള്ള സാധ്യത സാധ്യമാകണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഓഹരികളുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, വ്യാപാരം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗണ്യമായ ലാഭം നേടാൻ കഴിയും. പണത്തിൻ്റെ കാര്യത്തിൽ ഈ മേടം ബുധജ്വലനം സമയത്ത് നിങ്ങൾക്ക് മിതമായ തുക ലഭിക്കുന്നുണ്ടാകാം. നിങ്ങൾ ഉയർന്ന വരുമാനം നേടിയാലും നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിഞ്ഞേക്കില്ല. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നിങ്ങൾക്ക് ഒരു ശീതയുദ്ധം ഉണ്ടാകാം. ഇത് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തിൻ്റെ അഭാവം മൂലമാകാം. ആരോഗ്യകാര്യത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ
പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയേക്കാം. മകരം, 9-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 4-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ കുറവായിരിക്കാം. കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടാം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ നേരിടാം. കരിയർ രംഗത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി കുറവായിരിക്കാം. ഇതുമൂലം ഉയർന്ന സംതൃപ്തിക്കായി നിങ്ങൾ ജോലി മാറ്റേണ്ടി വന്നേക്കാം. ബിസിനസ് രംഗത്ത് മേടത്തിൽ ബുധൻ ജ്വലിക്കുന്ന സമയത്ത് ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട നേതൃത്വത്തിൻ്റെ അഭാവം നിങ്ങൾക്കുണ്ടായേക്കാം. ഫലപ്രാപ്തിയുടെ അഭാവം മൂലം നിങ്ങൾക്ക് ബിസിനസ്സിൽ നഷ്ടം നേരിടേണ്ടി വന്നേക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടേക്കാം. അത് അശ്രദ്ധയുടെ അഭാവം മൂലമാകാം. വ്യക്തിപരമായി ബന്ധങ്ങളിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള താല്പര്യക്കുറവ് നിങ്ങൾക്കുണ്ടായേക്കാം. ഇത് നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാക്കിയേക്കാം. കുംഭം, 5-ാം ഭാവത്തിൻ്റെയും 8-ാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ 3-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടാം. ഇതുമൂലം സ്വയം വികസനത്തിൽ പുരോഗതിയില്ലായ്മ അനുഭവപ്പെടാം. കരിയർ രംഗത്ത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകളിൽ തടസ്സങ്ങൾ നേരിടാം. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം. ബിസിനസ് രംഗത്ത് ഈ സമയത്ത് കൂടുതൽ ലാഭം നേടാനുള്ള സാധ്യത സാധ്യമാകണമെന്നില്ല. ഇത് ആസൂത്രണത്തിൻ്റെ അഭാവം മൂലമാകാം. ധനകാര്യ രംഗത്ത് നിങ്ങൾക്ക് ലാഭനഷ്ടങ്ങൾ നേരിടാം. ചിലപ്പോൾ മേടത്തിലെ ഈ ബുധൻ്റെ അഗ്നിബാധയിൽ നിങ്ങൾക്ക് മിതമായ ലാഭം കാണാൻ കഴിയും. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നിങ്ങൾക്ക് വിശ്വാസക്കുറവ് തോന്നിയേക്കാം. ഇത് കൂടുതൽ വാദപ്രതിവാദങ്ങൾ മൂലമാകാം. ആരോഗ്യപരമായി ഈ സമയത്ത് നിങ്ങൾക്ക് നാഡീപ്രശ്നങ്ങളും വിറയലും ഉണ്ടായേക്കാം. മീനം, 4-ാമത്തെയും 7-ാമത്തെയും ഭാവാധിപനായ ബുധൻ 2-ാം ഭാവത്തിൽ ജ്വലിക്കുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം. കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാകാം. കരിയർ രംഗത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നിങ്ങൾക്ക് ചൂടേറിയ വാദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ പ്രശസ്തിയെ താഴ്ത്തിയേക്കാം. ബിസിനസ് രംഗത്ത് കൂടുതൽ ലാഭം നേടാനുള്ള സാധ്യത മിതമായിരിക്കാം. കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിബദ്ധതകൾ കാരണം നിങ്ങളുടെ ഭാഗത്ത് കൂടുതൽ ചെലവുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടേക്കാം. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള നിങ്ങളുടെ ശാന്തത എളുപ്പത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പാലിക്കേണ്ട ക്ഷമയുടെ അഭാവം മൂലമാകാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മേടം ബുധജ്വലനം സമയത്ത് നിങ്ങൾക്ക് പല്ലുവേദനയും കണ്ണുകളിൽ അസ്വസ്ഥതയും അനുഭവപ്പെടാം. അത് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്.